ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വ്ളോഗ്. ഗൈസ്, നമുക്കൊന്ന് കാന്താര സിനിമ കണ്ടിട്ട് വരാം. ഇന്നലെ ഇറങ്ങിയായിരുന്നു, റിലീസായിരുന്നു ഒക്ടോബർ 2-ാം തീയതി. അപ്പോൾ ഇന്നലെ സിനിമ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം ഇന്നത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി 8 മണിക്ക് ലെൻസിലാണ്. നമ്മളെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. അപ്പം സിനിമ ഒന്ന് കണ്ടിട്ട് വരാം. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം അടിച്ചതുപോലെ ആയിട്ടില്ല, സിനിമ തുടങ്ങിയിട്ടില്ല. അപ്പം നേരത്തെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇറങ്ങണേ ഉള്ളൂ. അപ്പം എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്തായാലും നോക്കട്ടെ. ഞങ്ങളങ്ങനെ തിയേറ്ററിനകത്ത് കയറിക്കൊണ്ട് സീറ്റൊക്കെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചായിരുന്നു. അപ്പം സിനിമ തീർന്നിട്ട് വരാൻ. ആയിരക്കണക്കിന് വർഷം മുമ്പെയുള്ള ഈ സ്ഥലത്തിന്റെ ദിവ്യനാമം കദംബർ വനവാസി. 3 hours later. സിനിമയെ കണ്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. എൻ്റെ പൊന്നു, കിടില സിനിമ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഭയങ്കര ഡയറക്ഷനും എല്ലാം അടിപൊളി. എന്തായാലും തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമ തന്നെ. ഹൈപ്പെന്ന് വെച്ചാൽ ഹൈപ്പ് കൊടുക്കണതിന് ഒരു കുഴപ്പമില്ല. അത്രയ്ക്ക് അമ്മാതിരി കിടില സിനിമ. ഭയങ്കര സ്റ്റോറിയും ഫസ്റ്റത്തേനെക്കാട്ടും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റും കിടിലാണ്. അതേപോലെ തന്നെ സെക്കൻഡ് സൂപ്പർ സിനിമ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലെവലിലുള്ള സിനിമ. എല്ലാ വിധത്തിലും ജയറാം അദ്ദേഹത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുമാതിരി കോമാളിയാക്കും പോലെയൊക്കെയാണ്. ഇത് പക്ഷേ ഫസ്റ്റ് തൊട്ട് ഈ സിനിമ തീരുന്നത് വരെ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള അഭിനയമാണ്. സൂപ്പർ കില്ല് ജയറാം അദ്ദേഹത്തിൻ്റെ ആയാലും എല്ലാവരുടെയും സൂപ്പർ അഭിനയം. എന്തായാലും മസ്റ്റ് വാച്ച് ആയിരിക്കേണ്ട സിനിമ തന്നെയാണ്. എന്തായാലും തിയേറ്ററിൽ വന്നു തന്നെ കാണാൻ എക്സ്പീരിയൻസ് അത് വേറെ ലെവലായിട്ട്. ഇന്നലത്തെ ഷോയ്ക്ക് നോക്കി, പക്ഷേ ഇന്നലത്തെ ഷോയ്ക്ക് കിട്ടിയില്ല. ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ, ഒക്ടോബർ 2-ാം തീയതി. അപ്പം ഇന്നിങ്ങനെ ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നതാണ്. ഞാൻ ഇത്രയും എന്തായാലും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും പറഞ്ഞപ്പോൾ ഇത്രയ്ക്കുള്ള ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കിടില സിനിമയെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സിനിമയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ നിന്ന് കാണേണ്ടതാണ്. ഞങ്ങൾ 8 മണിക്കുള്ള ഷോയ്ക്കാണ് വന്നത്. ഇപ്പോൾ ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തമ്പാനൂർ ലെൻസിലാണ് വന്നത്. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. സോ എല്ലാവരും വന്നിരുന്ന് കാണേണ്ട സിനിമയാണ്. എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ സിനിമ കണ്ടിറങ്ങിയ വീട്ടിൽ പോകണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാന്ന് വെച്ച് എൻ്റെ അടുത്ത് ഇപ്പം നിൽപ്പുണ്ട്. ഇവൻ്റെ അടുത്ത് ചായ സിനിമ എങ്ങനെയുണ്ട്? സിനിമ കൊള്ളായിരുന്നു, നല്ല സിനിമയാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാ നമ്മളിങ്ങനെ പറഞ്ഞു കളയാനായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നതാണ് നല്ലത്. ഈ ഫസ്റ്റൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഈ സിനിമ ഇങ്ങനെയായിരിക്കും, എന്തായിരിക്കും. ഇയാൾക്ക് എന്ത് കഥ എഴുതി വെച്ചിരുന്ന ഒരു പിടുത്തവും കിട്ടാൻ ആ രീതിക്ക്. അപ്പോൾ സിനിമയാണെങ്കിലും ആ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ഒരു രക്ഷയില്ല പറയാനായിട്ട്. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ബാഹുബലി ടച്ചൊക്കെ ഫീൽ ചെയ്തെങ്കിലും എന്താണ് പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സിലോട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിക്കാണ് ഒരു എൻഡിങ് കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത്. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്തായാലും മസ്റ്റ് വാച്ച് സാധനമുണ്ട്. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. അത്രേ പറയുള്ളൂ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സ്പോയിലറായി പോയി. ഇറങ്ങി 2 ദിവസമായിട്ടേ ഉള്ളൂ. അത് നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണുക. എൻ്റെ പൊന്നളിയെ, നിൻ്റെ അടുത്ത് സിനിമ എങ്ങനെ ഉണ്ടെന്നല്ലേ ചോദിച്ചാൽ സിനിമയിൽ ഫുള്ള് കഥ ഞാൻ പറഞ്ഞില്ലല്ലേ. ഞാൻ പോലും ഇത്രയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചായിട്ട് കാണാനുള്ളതിനെ പറ്റി വീട്ടിൽ പോയിട്ട് വരാം ഗൈസ്. ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. മണി 12 ഇപ്പം. പിന്നെ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങണം. സിനിമയെ കണ്ട് കിടില സിനിമ. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. പിന്നെ കൊണ്ടാക്കിയിട്ട് ഇപ്പം പോവുകയാണ്. ഇനിയിപ്പം അങ്ങോട്ട് വീട്ടിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. മസ്റ്റ് വാച്ച് സിനിമയാണ് ഗൈസ്. കളിക്ക് പറഞ്ഞാലും മസ്റ്റ് വാച്ചാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അപ്പം ഞാൻ എന്തായാലും ഇനി വീട്ടിലോട്ട് കയറട്ടെ. ഓക്കെ, ബൈ.